കർണാടക കോൺഗ്രസിൽ ഇതുവരെയില്ലാത്ത പുതിയ നീക്കവുമായി സിദ്ധരാമയ്യ. DK ശിവകുമാറിനെതിരെയാണ് നീക്കമെന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യവുമായാണ് സിദ്ധരാമയ്യ പക്ഷത്തുള്ള മന്ത്രിമാർ എത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ ആവശ്യത്തിൽ DK ശിവകുമാറിന് അതൃപ്തിയുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം DK ശിവകുമാറിനാണെന്ന് സിദ്ധരാമയ്യ പക്ഷത്തുള്ള ചില മന്ത്രിമാർ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യവും നടന്നിരുന്നു. കർണാടകയിൽ താമസിക്കുന്നവർ എല്ലാവരും കന്നഡ സംസാരിക്കാൻ തീരുമാനമെടുക്കണമെന്ന ആവശ്യവുമായി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. കന്നഡയല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാനും കർണാടകയിൽ താമസിക്കുന്ന ആളുകളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഭാഷയും ദേശവും വെള്ളവും സംരക്ഷിക്കേണ്ടത് ഓരോ കന്നഡികന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാവരും മാതൃഭാഷ സംസാരിക്കുന്നത് അഭിമാനത്തോടെയായിരിക്കണമെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി. കന്നഡക്കാർ ഉദാരമതികളാണ്. അതുകൊണ്ടാണ് കന്നഡ പഠിക്കാതെ അന്യഭാഷ സംസാരിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കർണാടകയിലുള്ളത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവിടങ്ങളിൽ ഇതേ അവസ്ഥ കാണാൻ കഴിയില്ല. അവർ അവരുടെ മാതൃഭാഷയിൽ മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കൂ. നമുക്കും നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കണം. അതിനായി പ്രതിജ്ഞയെടുക്കണമെന്നാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കന്നഡ ഭാഷയോടുള്ള സ്നേഹം വളർത്തിയെടുക്കണമെന്നും നമ്മുടെ ഭാഷയോടും ദേശത്തോടും രാജ്യത്തോടും ബഹുമാനവും ആദരവും വളർത്തിയെടുക്കണമെന്നും നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് സിദ്ധരാമയ്യയും കൂട്ടരും. എന്നാൽ ഇതിനിടയിൽ DKയെ പൂട്ടാമെന്നുള്ള മോഹം എത്രത്തോളം വിജയിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.